ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ നാലാമത്തെ ചോദ്യം നോക്കിക്കേ. ഇത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് നോക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? സം Sn ഈക്വൽ ടു 1/2 പ്ലസ് 1/6 പ്ലസ് 1/12 പ്ലസ് 1/20 എക്സെട്ര അപ് ടു n ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സം ഓഫ് ദി സീരീസ് അവിടെ തന്നിട്ടുണ്ട്. ദെൻ if the sum of the first 6 terms of an AP with the first term minus p and the common difference p is root of 2026 into s 2025 എന്ന് തന്നിട്ടുണ്ട്. Then the absolute difference between 20th and 15th term of the AP എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. റെഡി മക്കളെ? സോ അപ്പൊ നമുക്ക് ഇവിടെ എസ് സം ഓഫ് n ടേംസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ റെഡി? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എസ് എൻ ഈ എസ് എന്നെ ഞാൻ ചെറുതായിട്ടൊന്നും ചെയ്യുന്നുണ്ട്, ഒന്ന് റീപ്ലേസ് ചെയ്യുകയാണ്. 1/2 1/6 1/12 1/20 എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ എങ്ങനെ മാറ്റുന്നു? 1/1 into 2 പ്ലസ് 1/2 into 3 കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് 1/3 into 4 അടുത്ത 1/4 into 5 എന്നാണ് വരുന്നത് അല്ലെ? 1/4 into 5 അങ്ങനെയാണെങ്കിൽ ഇത് നെക്സ്റ്റ് n ടേംസ് എന്ത് വരും? 1/n into n plus 1 എന്ന് വരും. റെഡി മക്കൾസ്? സോ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇത് 1/1/2 1/1/2 അല്ല 1/2. ഈ 1/2 എന്ന് വരുമ്പോൾ നമുക്ക് 1 - 1/2 എന്നൊരു തെറ്റുണ്ടോ? ഇല്ലല്ലോ, കറക്റ്റ് അല്ലേ? സോ അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 1 - 1/2 എന്ന് എഴുതാം. ഇവിടെയോ 1/2 - 1/3 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? നോക്കി 3 - 2/6 1/6. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1/2 - 1/3 എന്ന് കൊടുക്കാം. ഇവിടെയോ 1/3 - 1/4 എന്ന് കൊടുക്കാം. പ്ലസ് ഇങ്ങനെ വന്ന് ഇത് 1/n - 1/n + 1 വരും. മക്കളെ ഇത് ശരിക്കും എന്താ ടെലസ്കോപ്പിക് സീരീസ് ആയി. അതായത് ഇതും കട്ടായി പോകും, ഇതും കട്ടായി പോകും, ഇതും എൻ്റെ അപ്പുറത്തേതും പോകും, ദെൻ ഇതും കട്ടായി പോകും. ദെൻ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 1 - 1/n + 1 എന്നൊരു ടേം മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്ത് വരും? n/n + 1 എന്ന് വരും. സോ എസ് എന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? n/n + 1 എന്ന് കിട്ടും. റെഡി? ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? if the sum of the first 6 terms of an AP with the first term minus p and common difference p is this എന്ന് പറയുന്നുണ്ട്. റെഡി ആണല്ലോ മക്കളെ? സോ അങ്ങനെയാണ് നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ആ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എന്താണ്? റൂട്ട് ഓഫ് 2026 yes 2025. ഓക്കെ, സോ അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം റൂട്ട് ഓഫ് 2026 ഇൻറ്റു ഇപ്പൊ എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n/n + 1. അപ്പൊ എസ് 2025 എന്ന് പറഞ്ഞാൽ എന്താണ്? 2025 ഡിവൈഡ് ബൈ 2026 എന്ന് വരും. സോ ഇതും കട്ടായി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 2025 വരും. ദാറ്റ് ഈസ് 45 എന്ന് വരും. ക്ലിയർ ആണോ മക്കളെ? റെഡി? സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളോട് പറഞ്ഞ if the sum of the first 6 terms of an AP with the first term minus p and the common difference is this എന്ന് പറയുന്നുണ്ട്. അതിന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് എത്ര കിട്ടി? 45 എന്ന് കിട്ടി. റെഡി? സോ അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി വരുന്നു. റെഡി? സോ നമുക്ക് ആ സമ്മ് 6 ടേംസിന്റെ സമ്മ് നമുക്കൊന്ന് എഴുതാം അല്ലെ? സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് അല്ലെ? ഫസ്റ്റ് 6 ടേംസ് നമുക്ക് എങ്ങനെ എഴുതാം? n/2 into 2a plus n - 1 into d അല്ലെ? n/2 6/2 into 2 into a ഫസ്റ്റ് ടൈം മൈനസ് പി ആണ് പറയുന്നുണ്ട്. പ്ലസ് n - 1 6 - 1 5 into d എത്രയാണ്? p ആണ്. കോമൺ ഡിഫറൻസ് p എന്ന് പറയുന്നുണ്ട്. സോ അതിന്റെ സമ്മ് നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 45 എന്ന് കിട്ടിയിട്ടുണ്ട്. റെഡി? സോ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 3p = 15 എന്ന് കിട്ടും. സോ p ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. p ന്റെ വാല്യൂ 5 എന്ന് കിട്ടി. സോ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -5 അല്ലെ? മൈനസ് പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ -5 കിട്ടും. കോമൺ ഡിഫറൻസ് p ആണ്, അത് നമുക്ക് 5 തന്നെ കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അബ്സല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ 20th ടേമിന്റെയും 15th ടേമിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. 20th ടേം എന്ന് പറഞ്ഞാൽ A20 ആണ് അല്ലെ? A20 എന്ന് പറഞ്ഞാൽ a + 19d a + 19d വരും. സോ a - 5 ആണ് പ്ലസ് 19 into 5 അത് നമുക്ക് 90 എന്ന് കിട്ടും. ദെൻ A15 ആണ് അടുത്തത്. സോ അത് a + 14d എന്ന് കിട്ടും. സോ a - 5 ആണ് പ്ലസ് 14 into 5 കിട്ടും. 65 കിട്ടും. സോ ഇതിന്റെ അബ്സല്യൂട്ട് ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ 90 - 65 എന്നാണ് നമുക്ക് 25 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 25 ആയിരിക്കും നമ്മളുടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റെഡിയാണോ മക്കളെ?